So ladies and gentlemen, welcome back to channel. എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ നത്തിങ് ഫോൺ ഇറക്കിയിട്ടുണ്ട്. ഫോൺ നോട്ട് ജസ്റ്റ് എ ഫോൺ, ഇറ്റ്സ് ഫ്ലാഗ്ഷിപ്പ് സീരീസ്. അതായത് 5 വർഷം മുമ്പാണ് നത്തിങ് തുടങ്ങുന്നത്. അവർ ഫസ്റ്റ് പെയർ ഓഫ് ഇയർഫോൺസ് ഇറക്കി, പിന്നെ അവർ ഫോൺ ഇറക്കി. ഇപ്പോഴാണ് അവർ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ളൊരു ഫോൺ ഇറക്കുന്നത്. അബൌട്ട് 80K റേഞ്ചിലുള്ള ഫോൺ ഇറക്കുന്നത്. സോ സ്പെഷ്യൽ അബൌട്ട് ദാറ്റ് എനിക്ക് നത്തിങ്, അതിൻ്റെ സ്പെക്ക്, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് കൂടുതലൊരു നത്തിങ് സാധനം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആസ് എ ബ്രാൻഡ്, വേറൊരു ബ്രാൻഡിൽ നിന്ന് പിരിഞ്ഞ് വന്ന് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കി അത് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും സംസാരിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്ട്രാറ്റജി ആൻഡ് ഭയങ്കര ലൈക്കായൊരു സാധനമാണ്. നമുക്കതിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് അവരിറക്കിയ നത്തിങ് ഫോൺ 3നെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഫോണൊന്നും നമ്മളില്ല, ഫസ്റ്റ് ലുക്ക് കാര്യങ്ങൾ വെച്ച് നമ്മളിതിൻ്റെ സ്പെക്കും കാര്യങ്ങളും പറയാം. അതിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മോർ ലൈക്ക് അതിൻ്റെ ബാക്കിലുള്ള ക്യാമറൻ്റെ അസൈൻ ആണെങ്കിലും അതല്ലെങ്കിൽ പുതിയ വന്ന മാട്രിക്സ് ഒക്കെ ആണെങ്കിലും ഒരു ഫിനിഷ്ഡ് അല്ലാത്തൊരു പ്രൊഡക്റ്റ് ഇറക്കിയ പോലെ ഡിസൈൻ വൈസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും തോട്ട്സ് ഒന്നും അറിയില്ല. ആസ് ഓൾവേസ് നത്തിങ്ങിൻ്റെ കാര്യത്തിൽ അതിൽ ലൈക്കായൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഫോൺ ഇറക്കുന്നതിലുപരി ലൈറ്റ് കത്തിച്ചിട്ടാണെങ്കിലും അവരൊരു വെറൈറ്റി കൊണ്ടുവന്നിട്ട് അത് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള 2 ആൾക്കാരാക്കിയിട്ട് ഒരു വെറൈറ്റി പിടിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ആ ലൈറ്റിംഗ് ഒക്കെ പോയിട്ട് ഇപ്പോൾ മാട്രിക്സ് എന്ന് പറഞ്ഞ പുതിയൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് സൈഡിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു റെക്കോർഡിംഗ് ലൈറ്റ്, ഒരു ചോപ്പ് ലൈറ്റ് നമുക്കുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇത് അത്ര റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബട്ടൺ അല്ലെങ്കിൽ കുറച്ച് ഹാർഡ് പ്രസ് ചെയ്താൽ നമുക്ക് അതിൽ ഈ മുകളിലുള്ള മാട്രിക്സ് കൺട്രോൾ ചെയ്യാൻ പറ്റിയ രൂപത്തിലൊരു ബട്ടണാണ്. ഫ്ലാഗ്ഷിപ്പ് ഡിമാൻഡ് ചെയ്യുന്നത് പോലെ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ഉണ്ട്. അത് എന്തായാലും ഫ്ലാഗ്ഷിപ്പ് ആയതുകൊണ്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ്. മോറോവർ അതാണ് ഇതിൻ്റെ ഡിസൈനിൽ വരുന്നത്. പിന്നെ 6.6 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. 20 ഹെർട്സിൽ റിഫ്രഷ് റേറ്റിൽ വരുന്ന ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ഗൊറില്ല ഗ്ലാസ് 7i ആണ്. ഈവൻ സാംസങ്ങിൻ്റെ S25 വിക്ടേഴ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതിൽ തന്നെ 4500 നിറ്റ് വരെ നമുക്ക് ഡിസ്പ്ലേയിൽ പോവും. മാട്രിക്സിലേക്ക് നമുക്ക് വരാം. സ്നാപ്ഡ്രാഗൻ്റെ 8S ചിപ്സെറ്റ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്, Gen 4. മിഡ് റേഞ്ച് ഫോണുകളിലൊക്കെ അതായത് 30-40K ബഡ്ജറ്റിൽ കാണാവുന്ന സാധനങ്ങളാണ് ഇത് കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ്സ് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈവൻ ദോ വിട്ടേക്കാം. എന്നാലും ക്യാമറ ഫ്രണ്ട് 50, 3 ബാക്കിലുള്ള ക്യാമറ ഒക്കെ നമുക്ക് 50 മെഗാ പിക്സലാണ് വരുന്നത്. പെരിസ്കോപ്പ് ലെൻസ് വരുന്നത് അവർ കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് പുറത്ത് വിട്ടിട്ടില്ല. 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതായത് കമ്പയറിങ് ടു സാംസങ് 25 വാട്ട്സ് ഇറ്റ്സ് എ ക്വൈറ്റ് നൈസ് മൂവ്. ബാറ്ററി നമുക്ക് 5500, ഇന്ത്യക്കാർക്ക് 5500, എക്സ്റ്റേണൽ നമുക്ക് 5150 ഒക്കെ mAh ആണ് വരുന്നത്. ബാക്കിയുള്ള ഫ്ലാഗ്ഷിപ്പ് ആ റേഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാസ്റ്റിംഗ് കിട്ടുന്ന ഒരു ഫോൺ ആയിരിക്കും നത്തിങ്ങിൻ്റെ. 5 years സോഫ്റ്റ്വെയർ അപ്ഡേഷനും 7 years സെക്യൂരിറ്റി നമുക്ക് നൽകുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നത്തിങ് സാധനങ്ങൾ പറയാം. ഈ മാട്രിക്സിൻ്റെ കാര്യം പറയണേ മുമ്പുള്ള നമ്മുടെ ലൈറ്റിങ്ങിൻ്റെ പരിപാടി ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ ക്വൈറ്റ് നൈസ് ഫാൻ ഓഫ് ആ ലൈറ്റിങ്ങിൻ്റെ പരിപാടി. അതായത് ഈവൻ ദോ അതിനെക്കൊണ്ട് വലിയ ഉപകാരം എന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു എന്താ പറയുക, ഒരു മാനി തിങ്സ് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്ന, അതായത് ആൾക്കാർക്ക് ഒരു ലുക്കബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അവർ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ളൊരു പരിപാടിയായിരുന്നു. അത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഈ മാട്രിക്സിൻ്റെ സ്ക്രീൻ അതന്നെ ഈവൻ മോർ റെസ്പോൺസീവ്, മോർ ആക്യുറബിൾ ആയിട്ട്, അതായത് ഈവൻ ഒരു മെസ്സേജസും പിന്നെ ആൾക്കാരോട് സംസാരിക്കുന്നതും ഒക്കെ പറ്റിയ രൂപത്തിലുള്ള ബാക്ക് സൈഡ് ഡിസ്പ്ലേസ് കൊണ്ടുവരുന്ന ബാക്കി ടീംസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി അതിനോട് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് കുറച്ച് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഓരോരുത്തർക്കും മിക്സഡ് ഒപ്പീനിയൻസ് ആണുള്ളത്. ഇതുകൊണ്ടുള്ള വേറെ ഉപകാരം പറയുന്നത് ബാറ്ററി ലൈഫ് കാണാൻ പറ്റും, റോക്ക് പേപ്പർ സിസർ കാണിക്കാൻ പറ്റും, സ്പിൻ ബോട്ടിൽ അതിൽ ചെയ്യാൻ പറ്റും. ബാക്ക് ക്യാമറ കൊണ്ട് നമുക്കൊരു സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇത് യൂസ് ചെയ്യാം. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇതിനെക്കാട്ടും ബെറ്റർ ബാക്ക് ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്ന ഫോൺസ് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം തോന്നുന്നില്ല. പിന്നെ ഓരോരുത്തരുടെ കോണ്ടാക്ട്സിനനുസരിച്ച് ഡിഫറൻസ് ഇമോജീസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റിൽ മൈ ഒപ്പീനിയൻ അത് ഭയങ്കര ഒരു സംഭവം അല്ലെങ്കിൽ ഭയങ്കര ഒരു ലൈക്ലി ആയിട്ടുള്ളൊരു സാധനമായിട്ടൊന്നും തോന്നുന്നില്ല. ഓക്കെ, സോ സിംപ്ലി നമ്മൾ നത്തിങ് സാധനം പറയുകയാണെന്നുണ്ടെങ്കിൽ കോൾപൈ ഒരു ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് സ്റ്റിൽ നമുക്ക് OnePlusൻ്റെ വരവ് നമുക്കറിയാം. അവർ ഐഫോണിനൊരു എതിരാളി എന്നുള്ള നിലയ്ക്ക് വരാം എന്ന് പറഞ്ഞ് വന്ന് അവർ കുറച്ച് പ്രൊഡക്ട്സിൽ
അവരെ കാര്യങ്ങളൊക്കെ ആകെ താളം പറഞ്ഞു. 5 വർഷം കൊണ്ട് നത്തിങ് ഹാസ് ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ മാർക്കറ്റ്. നല്ലൊരു സ്ഥാനം മാർക്കറ്റിൽ പിടിച്ചിട്ടുണ്ട്. ഓൾസോ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിലും സോഫ്റ്റ്വെയർ ബേസ് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തരുന്ന ഫോണാണ് നത്തിങ്. നത്തിങ്ങിൻ്റെ പല വീഡിയോസ് കാണാം. ഇപ്പോൾ അവരുടെ ലാത്ത് 3A Pro ഒക്കെ അതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ നോക്കി കാണാം. ഒരുപാട് വർക്കേഴ്സോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ വെച്ചുള്ള വലിയൊരു സാംസങ്ങിൻ്റെ ആപ്പിളിൻ്റെ പോലത്തെ ഒരു പരിപാടിയൊന്നുമല്ല. അത് സിമ്പിൾ നൈസ് പരിപാടി, കുറച്ച് ആൾക്കാർ, സം എഫേർട്സ്, സം ന്യൂ സ്റ്റാർട്ടപ്പ്. സോ 5 വർഷം കൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ നത്തിങ് ഹാസ് മെയ്ഡ് ഇറ്റ് വെരി വെരി ബിഗ് മൂവ്. പിന്നെ ആപ്പിള് സാംസങ് ഒക്കെ കുത്തക വരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിലേക്ക് അവരുടേതായിട്ടുള്ള ഇമ്പാക്റ്റ് വരുത്താനും സാധിച്ചു എന്നുള്ളതാണ് നത്തിങ്ങിന് കാൽപ്പൈ. അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടാൽ ഭയങ്കര സെറ്റപ്പ് ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെ NVIDIAൻ്റെ ലോഞ്ചൊക്കെ കണ്ടാൽ, ആപ്പിളിൻ്റെ ലോഞ്ചൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് കാണാം. അതേപോലെ ഒന്നുമില്ല. 2 ആൾക്കാർ വന്നിരിക്കുന്നു, സംസാരിക്കുന്നു, പ്രൊഡക്റ്റ് ഇറക്കുന്ന അങ്ങനെ രൂപത്തിലുള്ളൊരു ലോഞ്ചാണ്. സ്റ്റിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ടോക്കിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ് നത്തിങ്ങിൻ്റെ കാര്യം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആസ് എ ബ്രാൻഡ് അതൊരു ഭയങ്കര പൊളി സാധനമാണ്. അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റിവ്യൂം, ഫോണിൻ്റെ റിവ്യൂം, പിന്നെ യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ഒക്കെ നമുക്ക് ചെയ്യാം. Hope you guys enjoy the video. I'm very glad to have you as a viewer. Thank you so much. അടുത്ത വീഡിയോ കാണാം. Bye.